ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വം നന്മ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. എപ്പോഴും ഓർക്കണം കേട്ടോ, ഈ യേശു എന്ന് പറയണത് ഒരു നമ്മളിങ്ങനെ ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ട് അങ്ങനെയൊന്നും ഓർക്കരുത് കേട്ടോ. യേശു എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതം. നമ്മൾ കോമൺ സെൻസിൽ ചിന്തിക്കുക. ഇപ്പം പല രാജ്യങ്ങളിലും ബൈബിള് പാടില്ലോ, വേറെ എല്ലാ പുസ്തകം ഒത്തിരി മതങ്ങളുടെ പുസ്തകമുണ്ട്, അതിനൊന്നും നിരോധനമില്ല. ഈ ബൈബിൾ മാത്രം നിരോധനം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പം ബൈബിൾ എന്ന് പറയുന്നത് ചെറിയ സംഭവമാണോ ഒന്ന് ഓർത്ത് നോക്കുക. എന്തുകൊണ്ട് അത് നിരോധിക്കുന്നു? അതിൽ അപ്പടിയും ക്ഷമിക്കുക, സ്നേഹിക്കുക. യേശു എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ക്ഷമിക്കുക. സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നമ്മളെപ്പറ്റി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് ആ പദ്ധതി എന്നാ വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെല്ലാം യേശുവിനെ പോലെ ആകാനാണ്. അപ്പം ലോകം മുഴുക്കനും യേശു ആവുമെങ്കിൽ ഇവിടെ സ്വർഗ്ഗമാകും, ഭൂമി സ്വർഗ്ഗമാകും. അപ്പം അതാണ് ദൈവം ഇട്ടേക്കണ പദ്ധതി. ആ പദ്ധതി നമ്മളിലെല്ലാം വെളിപ്പെടട്ടെ. ഒരു വചനം വായിക്കാം. അത് വലിയൊരു നമുക്ക് ചുമ്മാ തോന്നണേയല്ല കേട്ടോ. അങ്ങനെ യേശുവിനെ പഠിക്കുന്നവൻ യേശുവിനെ പോലെ ആകും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. യേശു മരിച്ചപ്പോൾ കള്ളനാണെന്നും പറഞ്ഞ് യേശുവിനെ കൊന്നിട്ട് ഉടനെയാന്ന് ഓർക്കണം ഈ വലിയ സംഭവവികാസങ്ങൾ. ചുമ്മാ ക്രിസ്തുവിനെ ഒന്ന് പഠിച്ചു നോക്കിക്കേ. ചുമ്മാ ഇങ്ങനെ ഫോണിലൊക്കെ ഉണ്ടല്ലോ ഒരു രസത്തിന്. ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് അങ്ങനെ വായിച്ചാൽ ഞാൻ ദാവീദ് എന്നാ ഓരോരുത്തർ എന്നാ അവരെ പറ്റി പഠിക്കാനൊക്കെ ബൈബിൾ വായിച്ചത്. അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ക്രിസ്തു എന്നാന്നൊന്ന് അറിയാൻ പഠിക്കുക. ന്യൂജൻ പിള്ളേരോടൊക്കെ അങ്ങനെ പഠിക്കാൻ പറ. അതൊരു ഫ്രണ്ടായിട്ട് കരുതിയാൽ മതി. എൻ്റെ മൂത്ത ഇറക്കൻ അഡ്മിറ്റ് ചെയ്യില്ല ദൈവം ഉണ്ടെന്ന്. പക്ഷെ അവനിപ്പോൾ യേശു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇളയവും പ്രാർത്ഥിക്കും കേട്ടോ. ഈ കലി വരും. പൗലോ കുഞ്ഞിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, യേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് ആരാന്ന് ചോദിച്ചാൽ പറയാം പപ്പയാന്ന് അവൻ്റെ അപ്പുറാന്ന്. പൗലോസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഞങ്ങള്. അവൻ പറയാം അവൻ്റെ പപ്പയാ എന്ന് പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാക്കുക. നമുക്ക് എല്ലാം പറയാനൊക്കെ ഷെയർ ചെയ്യാൻ ഒരാൾ അത് പരിഹരിച്ച് കിട്ടും. അതൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ്, അടിപൊളി ചുരിദാർ സെറ്റുകളാട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒത്തിരി ചുരിദാർ സെറ്റ് നേരത്തെ എടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഓണം കഴിയുമ്പോൾ അടിപൊളി സെറ്റുകൾ ഇവിടെ കാണിച്ചാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കാരണം ദേ ബാക്ക് പ്ലെയിൻ, ഫ്രണ്ടിൽ ദേ ഇങ്ങനെ യോക്കി മാത്രം ഒരു ബനാറസ്. ഇത് സിൽക്കിലാട്ടോ, നല്ല സോഫ്റ്റ് സിൽക്കിലാണ്. ബോട്ടം സെയിം കളറാണ്. അടിപൊളി ഷോളും ആട്ടോ. ഈ ഷോള് കണ്ടോ, ഫുള്ള് വർക്കല്ലേ, ഫുള്ള് വർക്കാട്ടോ. ഇത് എംബ്രോയ്ഡറി അല്ലേ? ഫുൾ എംബ്രോയ്ഡറി. ഒരു സൈസ് ഓർഗൻസയാണോ, ഈ സിൽക്ക് ഓർഗൻസയാണോ ജോർജറ്റാണോ അതുപോലത്തെ മെറ്റീരിയലിൽ ഇങ്ങനെ അരികൊക്കെ ഫ്ലോറൽ പ്രിൻ്റ് രണ്ട് വശവും ഉള്ള അപ്പടി എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമായിട്ട്. ഇത് എംബ്രോയ്ഡറി ആയിട്ട് തോന്നില്ല. ഇപ്പോഴാണ് ഇത് എംബ്രോയ്ഡറി ആയിട്ട് ഞങ്ങൾക്ക് വിടത്തി കാണിച്ചപ്പോഴാണ് മനസ്സിലായത്. 1690 രൂപയുള്ളൂ ഇതിന് മൊത്തം വില. 1699. നല്ലൊരു ഫങ്ഷൻ വേറെ കനയേ ഇല്ല ഷോളിന്. നല്ല സെറ്റാണ്. ഇപ്പം എല്ലാവരും ഈ കുർത്ത ഒരു കാഷ്വൽ വെയർ ആയല്ലോ. ഈ ഫങ്ഷൻ വെയർ കുർത്ത എന്ന് പറയുമ്പോൾ ഒരു 3000 ആയപ്പോൾ ഒന്ന് ഷോള് കാണില്ല. അങ്ങനെയൊക്കെ എബോവ് എടുത്താൽ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കിട്ടുള്ളൂ ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഷോളൊക്കെ ആയിട്ടിട്ടാലാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻ വെയറിനൊരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചുരിദാർ സെറ്റ്. നമുക്ക് ചുരിദാർ കണ്ടമാനം ഭയങ്കര വിൽപ്പനയാണ്. ഇപ്പം ചുരിദാറിലേക്ക് കടക്കാരും പറഞ്ഞു കിട്ടും. കുർത്തയൊരു കാഷ്വൽ വെയറും പാർട്ടി വെയർ തിരിച്ച് തന്നെ പെട്ടെന്ന് ചുരിദാർ, പിന്നെ രണ്ടാമത് ചുരിദാർ തന്നെ കീഴടക്കി പാർട്ടി വെയർ പരിപാടി. അപ്പോൾ നമ്മുടെ ഫാഷനിൽ തയ്ക്കുകയും ചെയ്യാം. നല്ല ബ്ലൂ കളറ്, അടിപൊളി സംഭവമാണ്. അടിപൊളി സംഭവമാണ്. നല്ല കളറല്ല, പൗഡർ ബ്ലൂ, സൂപ്പർ കളറാണ്. ഇത്
അരികെ സൂപ്പർ സംഭവം. ഇത് നമ്മുടെ ഡയബിൾ ബനാറസ് ആട്ടോ. ഇതിൻ്റെ പ്രത്യേകത യോക്കിലൊന്നുമില്ല. ഇതിങ്ങനെ കൈയുടെ അടിയിൽ വെക്കാനുണ്ട്. ഇങ്ങനെ പ്ലെയിനായിട്ട് നമുക്ക് കിട്ടാറില്ല. എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി ജെറിയുണ്ട്. ഇത് അരികിൽ ഇച്ചിരി ജെറിയുള്ളൂ. ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒത്തിരി ജെറി ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ ഇത് നല്ല ലെങ്കിൽ ഇങ്ങനെ തയ്ച്ച് കുറേ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡൈ ചെയ്യിച്ചാൽ ലൈറ്റ് പേസ്റ്റ് ചാർട്ട് ഡൈ ചെയ്യിച്ചാൽ മതി. 2499. ഇതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ ലൈറ്റ് പേസ്റ്റ് ചാർട്ട്. ഇപ്പോൾ ലൈറ്റ് ബേബി പിങ്ക് അല്ല ലൈറ്റ് പേസ്റ്റ് പിങ്ക് അടിക്കുകയാണെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ഡാർക്ക് ആ പിങ്ക് ഒന്നുകൂടെ ഡൈ ചെയ്ത് അടുത്ത ഫംഗ്ഷന് വേറെ ഇടാം. അങ്ങനെ ഡൈ ചെയ്യണത് ലൈറ്റ് ചാർട്ടാണെങ്കിൽ ഒന്നുകൂടെ ഡൈ ചെയ്യാൻ പറ്റും ഡാർക്ക് ചാർട്ട് ഇട്ടതിൻ്റെ. അപ്പോൾ പച്ചയാണെങ്കിൽ ലൈറ്റ് പച്ച പിന്നെ ഡാർക്ക് പച്ച അങ്ങനെ. ഇത് നമ്മൾ 2 പ്രാവശ്യം റീസ്റ്റോക്ക് കാണിച്ച വീഡിയോ ആണ്. ഇതൊരു സോഫ്റ്റ് സിൽക്കിലാട്ടോ വന്നേക്കണേ. ഇതിൻ്റെ ഇങ്ങനത്തെ സാധനം ഇത് എംബ്രോയ്ഡറി അടിക്കും. ഈ തുണി പിഞ്ചണയല്ല കേട്ടോ. ഇതിങ്ങനെ തീ ചൂടുത്തി എന്നാൽ പിഞ്ചൂട്ടോ. അത് കാരണം ഇത് തേക്കേ വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം. ഇതിലൊരു ചുളിവ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീ ചൂടുത്തുകൊണ്ടേ തേച്ച് നിവർത്തുമ്പോൾ പ്രശ്നമാണ്. കാരണം നിങ്ങൾ നോക്കാം, ഇതിൽ ഈ എംബ്രോയ്ഡറി അടിക്കണമെങ്കിൽ ഈ തുണി ഫ്രെയിമിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ തുണി പിഞ്ചണത് കൈയുടെ ഇവിടെ മാത്രമൊന്നുമല്ല പിഞ്ചണേ. തുണി പിഞ്ചുവാണെങ്കിൽ എല്ലായിടവും പിഞ്ചണേ. അപ്പോൾ ഇത് കണ്ടോ, എവിടെ പേണേലും നിങ്ങൾക്ക് തുണി കിട്ടുമ്പോൾ ഇങ്ങനെ വലിച്ചു നോക്കിക്കോ. ഇതിങ്ങനെ പിഞ്ചുവാണെങ്കിൽ നമുക്ക് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അവർ തിരിച്ചെടുക്കും. എന്നെ വലിച്ചു കുറച്ചാൽ ഇത് പിഞ്ചൂല. കാരണം ഇത് സെമി സിൽക്ക് ആയത് കാരണം നമ്മൾ വടമലിക്ക് കൊടുത്താലും പിഞ്ചൂല. അപ്പം അങ്ങനെ ഈ എംബ്രോയ്ഡറി അടിക്കണ മെറ്റീരിയൽ ഇത് പിഞ്ചണതല്ല. നമ്മൾ തീ ചൂടുത്ത് വയ്ക്കുമ്പോൾ അന്നേരം അറിയില്ല. ഇച്ചിരി നേരം കഴിയുമ്പോൾ അകത്തെ നൂല് കത്തിപ്പോവും. ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇങ്ങനെ വിട്ടിരിക്കും. അപ്പോൾ ഇത് തേക്കേ വേണ്ടിട്ടോ. എൻ്റെ ഉത്തരവാദിത്തത്തിൽ തേക്കണ്ട. അല്ലാണ്ട് ഈ സെറ്റ് സൂപ്പറാണ്. ഈ വിലയ്ക്ക് എത്ര? 1150 വിലയുള്ളൂ. ഇത് പെട്ടെന്ന് തീരണതാണ്. ആ വിലയ്ക്ക് ഇത് നല്ലതാണ്. തീ ചൂടുന്ന് തേക്കാണ്ടിരുന്നാൽ മാത്രം മതി. ഈ തയ്യക്കാരുടെ കയ്യിൽ കൊടുത്താലേ അവർ ഭയങ്കരമായിട്ടും തേച്ച് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ടും തേക്കും. അപ്പോൾ എല്ലാവരുടെയും കൈയുടെ ഇവിടെ വരുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അപ്പം നേരത്തെ പറയുവാണ് തേച്ച് കത്തിച്ചോണ്ട് വന്നേക്കരുതെന്ന്. തുണി പിഞ്ചിപ്പോയെന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇങ്ങനത്തെ എംബ്രോയ്ഡറി ഉള്ള സാധനം എങ്ങനെ പിഞ്ചും. എംബ്രോയ്ഡറി അടിക്കണമെങ്കിൽ പിഞ്ചുമെങ്കിൽ അവരെങ്ങനെ എംബ്രോയ്ഡറി അടിക്കണേ? അവർ തേച്ചിട്ടാണ് ഇത് തന്നു പറഞ്ഞ എംബ്രോയ്ഡറി ഒക്കെ അടിച്ച്. എന്നിട്ട് പിന്നെ തീ ചൂടത്തുകൊണ്ട് തേച്ചിട്ടേ കുഴപ്പം തന്നെ. ഇത് കണ്ടോ, സൂപ്പർ നല്ല ലക്നൗ വർക്ക് കണ്ടോ, ഗ്രാൻഡ് കളേഴ്സും. ആകെ 1150 വിലയുള്ളൂ കേട്ടോ. ഇത് ഈ വിലയ്ക്ക് ടോൺ ഇതൊക്കെ കിട്ടിയിട്ടാണ്. നമ്മൾ ജോർജറ്റിൽ ഇതിന് 1790. പിന്നെ ഇതിൻ്റെ ഷോളൊക്കെ ഭയങ്കര രസമാണ്. ഇതേ കണ്ടോ, സിൽക്ക് ഷോളിൽ ഫുൾ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയറിന് യൂസ് ചെയ്യാം. ആകെ 1150 അല്ലേ വിലയുള്ളൂ. നല്ല സംഭവമാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരും. പക്ഷെ ഇങ്ങനെ ഈ ചൂടുത്ത് തേക്കിലൊരു പ്രശ്നം ഉണ്ട്. അത് കാരണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മിക്ക ഡ്രസ്സിൻ്റെ ഒന്നിലും ഷോള് കീറിയായിരിക്കും ഇരിക്കണേ, അല്ലെങ്കിൽ ടോപ്പ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ തീ ചൂടത്ത് കൊണ്ട് വയ്ക്കും പാൻറ്റ് ഷർട്ടും. ഇപ്പം ഞാൻ പഠിച്ചു, ഇങ്ങനെ കുറച്ചിട്ടിട്ട് തേച്ച് കൊടുക്കുള്ളൂ. എൻ്റെ പൊന്നെ അറിയാണ്ട് കൊണ്ടേ വയ്ക്കും. അങ്ങനെയാണ് എനിക്കും അബദ്ധം പറ്റാറ്. ഞാൻ കഴുകി പിന്നെ എൻ്റെ ഡ്രസ്സ് പോകില്ല. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞ് പോയാൽ പോയി, കിട്ടിയാൽ കിട്ടിയെന്ന് വെച്ചാൽ ഒരു കഴുകാം. അല്ല ഇതൊക്കെ കഴുകാറുണ്ട് കേട്ടോ, കോട്ടയൊക്കെ മറ്റേ വില കൂടിയ സെറ്റൊക്കെ. ഇത് ദാമനിലാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചിപ്പോൾ ഞാനൊക്കെയാണ് തയ്ക്കണമെങ്കിൽ എനിക്കിങ്ങനെ ഇഷ്ടമാണ് യോക്കിലിങ്ങനെ വരുത്താൻ. ഓരോരുത്തർക്കുടെ ഇഷ്ടം. പക്ഷെ ഇപ്പം താഴെ വർക്ക് ഭയങ്കര ഫാഷനാണല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയാക്കാം. ചുങ്കിടി ഷോളാണ്. തേച്ച് നിവർത്തിയാൽ കൂടുതൽ നീളം കിട്ടും കേട്ടോ. അവർ പയ്യെ ഒന്ന് കെട്ടിവിടത്തിയേ കിട്ടുള്ളൂ. നല്ലതാണ്. കച്ച് കോട്ടൺ, നമ്മൾ ആ സൈസ് മെറ്റീരിയൽ റയോൺ കോട്ടൺ, ഭയങ്കര കൂളിങ്, ഫുൾ എംബ്രോയ്ഡറി ആണ്. 990 ഉള്ളൂ. നല്ല രസമുള്ള സെറ്റ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇടയിലേ നടക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബോട്ട ഇങ്ങനെ പ്ലെയിൻ ആട്ടോ. നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായില്ലേ എന്നെ ചൂടല്ലേ ഇന്നലെ നോക്കാൻ ശേഷം. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് മരം നടാനുണ്ടായിരുന്നു. ഭയങ്കര മഴ മാറട്ടെ, ചീയലുണ്ടാകാണ്ടിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയോന്ന് അറിയാൻ പാടില്ല. കുറേ സ്ഥലത്തെ മരമൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി അവിടെ കുറേ പ്ലാവ്,
മാവ് ഇപ്പം ഒത്തിരി ഉണ്ട്. അവക്കാട അതുമൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ നടണം. എനിക്ക് നട്ട് തിന്നാറായപ്പോഴത്തേന് എനിക്കിപ്പോൾ തണുവ് തിന്നുമ്പോൾ ഫ്രൂട്ട്സ് തിന്നുമ്പോൾ തുമ്മൽ ഇടുക. ഇനി പൗലോ കുഞ്ഞൊക്കെ തിന്നട്ടെ. ഇതെല്ലാം ഇപ്പം നടന്നത് പൗലോ കുഞ്ഞിന് വേണ്ടിയാണ്. കണ്ടോ ഷോളെല്ലാം ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ അടിപൊളി സെറ്റല്ലേ. 990 വിലയുള്ളൂ. നല്ല കോമ്പിനേഷനാണ്. ഇറക്കമൊക്കെ കിട്ടും കേട്ടോ. 47 ഇറക്കമുണ്ട്. ലെങ്തൊക്കെ കിട്ടും. ഇറക്കി ഇതിൽ കൂടുതൽ വേണ്ടവർ ഇത് താഴത്തേട്ടാക്കിയിട്ട് പൊക്കമുള്ളവർക്ക് ദാമനിൽ വന്ന കേട്ടോ നല്ലത്. എന്നിട്ട് ഇവിടെ ഷോൾഡറിൽ ഇച്ചിരി പീസ് കൊടുത്താലും മതി. ഇതിപ്പോൾ 47 ഇറക്കമൊക്കെ കിട്ടും. നല്ല ലെങ്തുണ്ട്. ഷോള് 210 220 ആട്ടോ കാണുള്ളൂ. അവരോട് പറഞ്ഞു മടുത്തു. അവർ എന്നായാലും നമ്മൾ പറഞ്ഞാലൊന്നും അവരിങ്ങനെ തരില്ലെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞു 10 25 50 രൂപ കൂടുതൽ കൊടുത്താലും ഷോൾ ഒരു 2.5 മീറ്റർ അങ്ങനെ നമുക്ക് വേണ്ടി കേരളത്തിലേക്ക് ഇച്ചിരിയും പോരെ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ 5000 10,000 ഒക്കെ ആയിരിക്കും പീസ് അടിക്കണതേ. അപ്പോൾ വില ചേഞ്ച് വരുമ്പോൾ പ്രശ്നമാണോ എനിക്കറിഞ്ഞുകൂടാ. നല്ല രസമല്ലേ. ഇതൊക്കെ അപ്പടി എംബ്രോയ്ഡറി ആട്ടോ. ഇതെല്ലാം എംബ്രോയ്ഡറി ആട്ടോ ഈ മെറ്റീരിയലിൽ. അതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ AC-യിലിരിക്കണ കൂളിങ് ആട്ടോ. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. ഈ ചുങ്കിടിയുടെ ഇതഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിടിയിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ നൂലെ കെട്ടി ഇതൊരു കഷ്ടപ്പെട്ട കേട്ടോ. ഒരു ഷോളയിൽ അവർ എന്തുമാത്രമായിരിക്കും പണിയണേ. ഈ ഷോളിൻ്റെ 2 വശം ഇങ്ങനെ കെട്ടി, ഇവിടെ വേറെ കളർ കെട്ടി, ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കെട്ടി, ഇങ്ങനെ നൂലെ കെട്ടിയിട്ട് ഡൈ ഇങ്ങനെ മുക്കുമല്ലേ. ഒന്ന് ഓർത്ത് നോക്കുക. എത്ര പ്രാവശ്യം മുക്കിയാൽ എത്രയും കളേഴ്സ് തന്നെ. ഇതാ ദൈവമേ. ഇത്രയും വിലയുള്ള സെറ്റിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു. നമ്മളാക്കി ഇങ്ങനെ കഷ്ടപ്പെടുമോ? അതിൻ്റെ ഭംഗിക്ക് വേണ്ടി സെറ്റിലായാലും ഇങ്ങനെ എത്ര കളർ ഡൈ ചെയ്ത് എൻ്റെ പിതാവ്. 990 ഉള്ള ഇത് സൂപ്പർ ഒരു ബനാറസ് സെറ്റാട്ടോ. ഫങ്ഷൻ വെയർ ആട്ടോ. അതെ, ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ ഒരു കുഞ്ഞ് ബനാറസ് ബുട്ടയുണ്ട് ഇതിൽ. ഒരു സോഫ്റ്റ് സിൽക്കിലാണ് കാണാൻ പോലെ. ബോട്ടം ടോൺ ടു ടോൺ ബോട്ടാണ്. ഷോള് നല്ല പ്രത്യേകിച്ച് ഒരിടത്തും വർക്ക് അങ്ങനെയൊന്നുമില്ല. ഷോള് മാത്രം നല്ല രസമുള്ള ഷോള്. ഇത് ഇങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയാണ്. 1500. റേറ്റും വലിയ കാര്യമായിട്ടില്ല. 1599 നല്ലൊരു ഫങ്ഷൻ വെയർ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഗ്രാൻഡ് സെറ്റ്, അടിപൊളി ഷോള്. ഇതെങ്ങനെ നോക്കാം ഷോളൊക്കെ എന്ത് ഭംഗിയാണ്. അടിപൊളിയാണ്. ഇത് കണ്ടോ, സൂപ്പർ സംഭവങ്ങൾ. പെട്ടെന്ന് എടുത്തോ. നല്ല സെറ്റാണ്. 1590 അല്ലേ? 1599 ആണ് ആകെ വിലയുള്ളൂ. അത് അട്രാക്റ്റീവ് കളേഴ്സുമാണ്. അടിപൊളിയാണ്. എല്ലാ കളറും നല്ലതല്ലേ? അപ്പം ഇല്ലാത്ത കളർ നോക്കിയത്. എത്ര വെറൈറ്റി കാണിക്കണേ. എന്നും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓണാട്ടോ. ഞങ്ങൾ എന്നും നിങ്ങളെ ഓണസദ്യ തന്നെ കാണിക്കണേ. ഇത് ജോർജറ്റ് ആട്ടോ. ഇത് വിത്ത് ലൈനിങ് ജോർജറ്റിൽ എംബ്രോയ്ഡറി. ജോർജറ്റിൻ്റെ ഒത്തിരി പേരുണ്ടല്ലോ. ഷോളൊക്കെ സൂപ്പറാട്ടോ.
ഷോളൊക്കെ ഫുൾ വർക്കും ഉണ്ട്. 790. ദൈവമേ, ഈ വശത്ത് സ്കാലപ്പുണ്ട്, ഈ വശത്ത് എംബ്രോയ്ഡറി ഉണ്ട്, ഷോള് നിറച്ച് വർക്കുണ്ട്, വിത്ത് ലൈനിങ് 790 ഉള്ളേ. ഞാൻ ഇങ്ങനത്തെ സ്പെഷ്യൽ കുറേ ഐറ്റം മാറ്റി വെച്ചതാണ്. ഓണം കഴിഞ്ഞ് എല്ലാവരും എടുക്കൽ കഴിഞ്ഞ് പോകുമ്പോൾ ഇത് വീഡിയോ നന്നായിട്ട് ഓടണമെങ്കിൽ ഏറ്റവും സൂപ്പർ സാധനങ്ങൾ ഇട്ടാലേ ഓടുള്ളൂ. ഞങ്ങൾ ഏറ്റവും സൂപ്പർ കുറേ ഐറ്റം വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ആംബുലൻസൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കണം എന്നല്ലേ പറയണേ. ഓരോ ദിവസവും നമുക്ക് ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും കിട്ടണത് ദൈവത്തിൻ്റെ കൃപയാലുള്ള ജീവിതം. ആയുസ് എന്ന് പറയണതേ ആരോഗ്യമൊക്കെ ദൈവത്തിൻ്റെ കൃപയാട്ടോ. നമ്മളോർത്ത് നമ്മുടെ മെടുക്കൽ സാമർഥ്യമാണ്, എല്ലാം ദൈവത്തിൻ്റെ കൃപ. അത് റിയലൈസ് ചെയ്യാനൊക്കെ ഞാനൊക്കെ എത്ര വർഷം എടുത്തു. 10-40 ആയപ്പോഴാണ് ഞാൻ പ്രാർത്ഥനയിൽ വന്നത്. അതുവരെ ഞാൻ എന്നുള്ള മിടുക്കും അഹങ്കാരവും ബോധമില്ലാണ്ടേ ഇപ്പോഴാണത് റിയലൈസ് ചെയ്യുന്നത്. അന്ന് പോലെ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടെ. 790 കേട്ടോ അല്ലേ, 790 രൂപയുള്ളൂ വിത്ത് ലൈനിങ്ങും ബോട്ടോ. ഇത് സൂപ്പർ സാധനം. അടിപൊളി സംഭവം. ജോർജറ്റ് ആകുമ്പോൾ തേക്കണ്ട, നമ്മൾ കഴുകി പറക്കൊക്കെ കൊണ്ടു നടക്കാൻ പാടില്ലേ. ഇത്ര എംബ്രോയ്ഡറി ഒക്കെ ഇല്ലേ. അടിപൊളി. 790 ഉള്ളേ. ഇതും റയോൺ കോട്ടൺ ആട്ടോ. നമ്മളെപ്പോൾ വീഡിയോയിലിട്ടാലും ഏറ്റവും അധികം എൻക്വയറി ഉള്ള സംഭവം ബാക്ക് ഇങ്ങനെയാട്ടോ. ബാക്ക് ഇങ്ങനെ, ഫ്രണ്ട് ഇങ്ങനെ, അടിയിൽ ഇതിങ്ങനെ, അതിൻ്റെ ഇടയ്ക്ക് സീക്വൻസ് വർക്ക് കൊണ്ടിട്ട് അടിയിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് സുഖമാണ്. ഇത് ലൈനിങ് ഒന്നും വിടണ്ട കേട്ടോ. ഇങ്ങനെ AC ഇരിക്കണ സെയിം ഫീലിങ്സ് വരും. എൻ്റെ അമ്മ, അയ്യോ ഇതിന് ക്രേപ്പ് ഷോളൊക്കെ ആട്ടോ. സാധാരണ കോട്ടൺ ഷോളല്ല നമ്മൾ കാണിക്കുന്നത്. ഇതിന് എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടോ? 100 രൂപ കൂടുതലുള്ളൂ. നമ്മൾ 900-ക്കല്ലേ വിളിക്കണേ. 1099 രൂപയുള്ളൂ ഒറിജിനൽ ക്രേപ്പ് ഷോളും. 1099 ഉള്ളേ. നല്ല സെറ്റാട്ടോ. 1099 രൂപയുള്ളൂ. പെട്ടെന്ന് എടുത്തു. കുറച്ച് കളറാണല്ലോ. 3 കളറാണ്, 4 കളർ. ദൈവമേ, ഒറിജിനൽ ക്രേപ്പ് ഷോളും 1099 രൂപയുള്ളൂ കേട്ടോ. എന്ത് രസം. നല്ല സെറ്റ് ഈ വിലയ്ക്കൊക്കെ. ഇതൊക്കെ എടുത്തു വെക്കാൻ ചൂടത്ത് ഇടാൻ ഒത്തിരി നല്ലതാണ്. ഈ ബോട്ടമൊക്കെ എന്ത് കൂളിങ്ങാ. ഇങ്ങനെ ഈ എനിക്ക് ഏറ്റവും അത്യാവശ്യം ചൂടില്ലാത്തത് ബോട്ടത്തിനായിരിക്കണം. ഈ ടോപ്പിന് ലൈനിങ് ഒക്കെ വരുമ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷെ ബോട്ടം വല്ല പുകയണയൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മോ, ഞാനൊക്കെ ഡ്രസ്സ് വലിച്ച് പള്ളയെ കളഞ്ഞിട്ട് വെറുതെ നടക്കേണ്ടി വരും. അതുപോലെ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. അത് കാരണം ബോട്ടം നോക്കി ഇങ്ങനെ. എല്ലാവർക്കും അങ്ങനെ ഇല്ലായിരിക്കും. എൻ്റെയൊക്കെ പ്രായം എത്രയായിട്ട്, പ്രായമില്ല കേട്ടോ, 33 വയസ്സ്. 7 അല്ലേ, 1099 പ്രായത്തിയിട്ട് പറയാൻ പോയതാ. എപ്പോഴും ഞാൻ 33 വയസ്സെന്നാണ് പറയുള്ളൂ. എനിക്ക് 33 വയസ്സിൽ കൂടുതൽ പറയാൻ ഇഷ്ടമല്ല. ഇപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പ്രായം ചോദിക്കുമ്പോൾ എനിക്ക് പ്രായം പറയാൻ അറിയാൻ പാടില്ല. 31 പറഞ്ഞാൽ പക്ഷെ ഞാനത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെ സംഭവിക്കും. നിന്റെ നാവിൽ പറയുന്നത് സംഭവിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. യൗവനം കഴുകനെ പോലെ പുതുക്കി തരാൻ യേശുവരാൻ പറഞ്ഞെങ്കിൽ പുതുക്കി തരാൻ വിശ്വസ്തനായ ദൈവം പുതുക്കി തരും. ഇതും ജോർജറ്റാണോ? ഇത് അതെ അതെ ജോർജറ്റ് തന്നെയാണ്. ഇത് വേറെ അത് കാണിച്ചിട്ട് ഇത് കാണിക്കാമല്ലോ. ഇത് ജോർജറ്റാണ്. ഇതും ജോർജറ്റാട്ടോ. ജോർജറ്റിൻ്റെ വേറെ മോഡല്. ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് യോക്കിൽ, ബാക്ക് പ്ലെയിൻ. 890. ഇത് 890 ജോർജറ്റ് വിത്ത് ലൈനിങ് ആണോ? അല്ല, ഇതും ജോർജറ്റാട്ടോ. ഇതും ഷോളിനൊരു പ്രത്യേകത അല്ലേ. ജോർജറ്റ് അല്ലേ, ഷോള് വേറെ. ടോപ്പിൻ്റെ തുണി എനിക്ക് പിടിച്ചു നോക്കിയിട്ട് ജോർജറ്റ് പോലെ തോന്നുന്നു.
ഈ ഒന്നുമല്ല ജോർജറ്റ് പോലെ വിചിത്രയല്ല ടോപ്പ്. ഷോളൊക്കെ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നു, സിൽക്ക് ഷോള് പോലെയൊക്കെ. ഈ മെറ്റീരിയൽ എന്താണെന്നറിയാൻ ലാബുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ പണ്ട്. ഈ മെറ്റീരിയൽ ചിലത് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ലാബിലിട്ടാൽ ഇന്ന നൂല് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇന്ന കളറാണ് അതിന് കൊടുത്തേക്കണേ. ഇതിന് ലാബുണ്ട്. ഇതിന് എത്ര വില? 890. ഇതിന് 890 രൂപയുള്ളൂ കേട്ടോ. ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഷോളും ഫുൾ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ നല്ല സംഭവം. ആകെ വില 890 ഉള്ളൂ. ഇത് കണ്ട 890ൻ്റെ ലുക്കാണോ ഉള്ളൂ. പെട്ടെന്ന് എടുത്തു. ഇതൊക്കെ ഇനി അന്ന് നേരത്തെ വരുത്തി വെച്ചേക്കണേ. അപ്പോൾ ഇതിപ്പോൾ റീസ്റ്റോക്ക് വെച്ചാലൊക്കെ കിട്ടുമെന്ന് സംശയമാണ്. അത് കാരണം അടിപൊളി സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. നല്ല കളേഴ്സ്. ഗോൾഡൻ അല്ലോ അല്ലേ? ഷോളായാലും നല്ല ഷോള് കണ്ട ഒരു സിൽക്ക് മെറ്റീരിയൽ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ടോപ്പ് കണ്ടിട്ട് സിൽക്ക് പോലെയാണ്. ജോർജറ്റ് അല്ലേ, സിൽക്കാണ്. എന്തായാലും ബ്ലോക്ക് പ്രിൻ്റൊക്കെ അടിപൊളി സംഭവമാണ്. ബോട്ട് ചെയ്ത് 890 രൂപയേ ഉള്ളൂ. ഇതൊരു കോട്ടൺ പീസാണ്. ബോട്ട് ചെയ്ത് മിറർ വർക്കൊക്കെ സീക്വൻസ് ആണ്. സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. എത്ര വില? 590. വില 599 രൂപയേ ഉള്ളൂ കേട്ടോ. ദൈവമേ, ഇതേ സൂപ്പർ സംഭവം. ആ സീക്വൻസ് വർക്കൊക്കെ ഇടയ്ക്ക് കൊടുത്തേക്കണം. കാരണം ഒരു ബും ലുക്ക് ഉണ്ട്. മിക്സിങ് കോട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് കിട്ടുമല്ലോ. ഷോളാണെങ്കിൽ ഗഡ്വാ ഷോളാണ്. ഇത്രയും വില എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒറിജിനൽ കോട്ടൺ ഈ വിലയ്ക്ക് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴും കുർത്തയിലൊക്കെ വന്ന മിക്കതും നോക്കിയെടുത്തില്ലെങ്കിൽ ഇങ്ങനെ മിക്സിങ് കോട്ടൺ ആണ്. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ മിക്സിങ് കോട്ടൻ്റെ ഗുണം എന്ന് വെച്ചാൽ കഴുകുമ്പോൾ കളർ പോവില്ല, ചുരുങ്ങൂല. ഒറിജിനൽ കോട്ടൺ ആണെങ്കിൽ കളറും പോവും, ചുരുങ്ങുകയും ചെയ്യും. ഒറിജിനലാണ് എന്തും കംപ്ലൈൻറ്റ് വരുള്ളൂ കേട്ടോ. വില കുറയുന്തോറും കംപ്ലൈൻറ്റ് വരില്ല. 590 രൂപയേ ഉള്ളൂ. 599 കേട്ടോ. അതേ, ഓണമൊക്കെ കഴിഞ്ഞ് ഇതിക്കടെയൊക്കെ പോകുമ്പോൾ മോക്ഷക്കടെയൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കടയിൽ കയറണം കേട്ടോ. പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത്. ഇപ്പോൾ വില കയറും സ്വർണ്ണത്തിന്. പെട്ടെന്ന് സ്കീമിൽ കൂടുമെന്ന് പറഞ്ഞിട്ട് ആരും കൂടിയില്ലോ. പെട്ടെന്ന് കൂടിക്കോട്ടോ. ഇങ്ങനെ ഭയങ്കര വില കൂടുമെന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഇനി കുഴിച്ചെടുക്കാൻ അധികം ഇല്ലെന്ന്. ഉള്ള സ്വർണ്ണം കൊണ്ട് ഇനി ജീവിക്കേണ്ട വരുമെന്ന്. അപ്പോൾ ഇനി വില കണ്ടമാനം. അത് കാരണം സ്വർണത്തിന് കൂടുമെന്നൊക്കെയാണ് പറയണേ. എന്തായാലും കുറയില്ല. എന്നായാലും ഒരു സ്കീമിൽ കൂടും. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും, എനിക്കും അത് അനുഗ്രഹമാകും. നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ എൻക്വയറി നമ്പർ ഉണ്ട്, അല്ലെ എൻ്റെ നമ്പർ 9447575564. എല്ലാവരും പറയും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു വീഡിയോക്കാരും കാണിക്കാത്ത വെറൈറ്റിയാണ് നിങ്ങൾ കാണിക്കണമെന്ന്. പറക്കി എടുത്തേക്കുന്നതാണ്. ഈ ചുരിദാർ, ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യണ പോലെ സ്വർണം എല്ലാം ഉള്ള എക്സിബിഷനെല്ലാം നടന്ന് പറക്കി എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കളക്ട് ചെയ്തണേ കേട്ടോ. പെണ്ണുങ്ങൾ നമ്മളല്ലേ ആഭരണം അണിയണേ. പെണ്ണുങ്ങൾ തുടങ്ങണ കടയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതയാണ്. തുണിയുടെ വ്യാപാരത്തിട്ട് സ്ത്രീകൾ ഇറങ്ങിയ പിന്നെയല്ല ഇത്രയും ഫാഷൻ ഇറങ്ങിയേക്കണത്. കാരണം അതങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്വർണ്ണവും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ചേഞ്ച് വരും. നമ്മൾ ഇടുമ്പോൾ കംഫോർട്ടും നമുക്കിടുമ്പോൾ അതെല്ലാം നമ്മൾക്ക് ഇടുന്ന ആഭരണങ്ങൾ സ്ത്രീകളെ പോലെ സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകൾക്കേ അറിയാൻ പറ്റുള്ളൂ എന്നോർത്ത ദൈവമേ, ആണുങ്ങളല്ല എനിക്കെതിരായിട്ട് തിരിയണത് കേട്ടോ. അങ്ങനെയൊന്നും ഓർത്തല്ല. അതിലൊത്തിരി ചേഞ്ച് ഉണ്ട്. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. വെഡ്ഡിങ് കളക്ഷൻ, ബ്യൂട്ടി പാർലർ, ഹെയർ ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി വന്നട്ടോ. നമുക്ക് മേക്ക് ഓവർ ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. ഹെയറൊക്കെ ഒരു കരാട്ടിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് കാണിച്ചാൽ മതി, മുടിയെല്ലാം ഓക്കെ ആവും.
അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.